സ്വന്തം കുഴി തോണ്ടുക എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന രാജ്യം ഏതാണ്? അതെ, പാകിസ്ഥാൻ തന്നെ. തോണ്ടി തോണ്ടി പാകിസ്ഥാൻ മുഴുക്ക കുഴിയായി. പക്ഷെ ആ കുഴിയിലൊക്കെ എത്ര തവണ നടുപിടിച്ച് വീണാലും ഈ രാജ്യം പഠിക്കുന്നില്ല. ഒരു വലിയ അബദ്ധം കാണിച്ച് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലെ അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണവും അതിനുശേഷം താലിബാൻ നൽകിയ ശക്തമായ മുന്നറിയിപ്പുമാണ് പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിയിരിക്കുന്നത്. വെറുതെ ഇരിക്കില്ല, കനത്ത തിരിച്ചടി പ്രതീക്ഷിക്കൂ എന്ന താലിബാന്റെ പ്രഖ്യാപനം വന്നതോടെ പാകിസ്ഥാൻ ശരിക്കും പേടിച്ച് വിരണ്ടിരിക്കുകയാണ്. അഫ്ഗാന്റെ പ്രത്യാക്രമണം ഏത് നിമിഷവും ഉണ്ടാകാമെന്ന ഭയത്താൽ അതിർത്തിയിൽ പാകിസ്ഥാൻ വൻ സന്നാഹങ്ങൾ ഒരുക്കി കഴിഞ്ഞു. പാക് സൈന്യം പൂർണ്ണ സജ്ജരായി ഇതിനോടകം തന്നെ അതിർത്തിയിൽ ഇറങ്ങിയിട്ടുമുണ്ട്. പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ പ്രതീതിയാണ് നിലനിൽക്കുന്നത്. കാരണം താലിബാന്റെ അടുത്ത തന്ത്രം എന്തായിരിക്കുമെന്ന് പാകിസ്ഥാന് ഒരു പിടിയുമില്ല. അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണം നടത്തുന്നതിൽ അതീവ വിദഗ്ധരാണ് താലിബാൻ എന്ന് പാകിസ്ഥാന് നന്നായി അറിയാം. അത്തരത്തിലുള്ള ഒരു അപ്രതീക്ഷിത മിന്നലാക്രമണമാണ് അവർ വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും. ഈ ഭയം പാക് ഭരണകൂടത്തെയും സൈന്യത്തെയും വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പാക് അഫ്ഗാൻ അതിർത്തിയാണെങ്കിൽ 2500 കിലോമീറ്റർ നീളമുണ്ട്. എത്രയൊന്നും പറഞ്ഞ് പാക് സൈന്യത്തിന് തടയാനാകും ഈ നുഴഞ്ഞുകയറ്റത്തെ? ഈ 2500 കിലോമീറ്റർ അതിർത്തി നേരെ ചൊവ്വെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ പോലും അവരുടെ കയ്യിലില്ല. പാകിസ്ഥാന്റെ ഭയപ്പാടിന് കാരണമായ സംഭവത്തിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ ഞായറാഴ്ച പുലർച്ചെയാണ് അഫ്ഗാനിലെ പക്തിക പ്രവിശ്യയിൽ F-16 JF-17 വിമാനങ്ങൾ ഉപയോഗിച്ച് പാക് വ്യോമസേന ബോംബ് വർഷിച്ചത്. പാകിസ്ഥാനിൽ അടുത്തിടെ ഉണ്ടായ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച തെഹ്രീക്ക് താലിബാൻ അഥവാ പാകിസ്ഥാന്റെ താലിബാൻ എന്നറിയപ്പെടുന്ന സംഘടനയുടെ ഒളിത്താവളങ്ങൾ തകർക്കുകയായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്നാണ് പാകിസ്ഥാന്റെ വാദം. എന്നാൽ ഈ അവകാശവാദത്തെ അഫ്ഗാൻ ഭരണം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇതെല്ലാം പാകിസ്ഥാനിലെ സംഘടനകളാണ്, അത് പാകിസ്ഥാനകത്തുള്ളതാണ്. അപ്പോൾ എന്തിനാണ് നമ്മളെ ആക്രമിക്കാൻ വരുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. പാക് സൈന്യം ലക്ഷ്യമിട്ടത് ജനവാസ മേഖലകളും മതപാഠശാലകളാണെന്നും ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്നും അഫ്ഗാൻ വക്താവ് വ്യക്തമാക്കി. ഇത് അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണെന്നും ഇതിനോട് പ്രതികരിക്കാനുള്ള പൂർണ്ണമായ അവകാശം തങ്ങൾക്കുണ്ടെന്നുമാണ് താലിബാൻ അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലെ ഈ സംഘർഷാവസ്ഥ അതിർത്തി മേഖലകളിൽ വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഒക്ടോബറിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ഏകപക്ഷീയമായി ലംഘിച്ചതായി താലിബാൻ കുറ്റപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യ, ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെ കാബൂൾ ഔദ്യോഗികമായി വിവരമറിയിച്ചിട്ടുണ്ട്. വിശുദ്ധ മാസത്തിൽ മദ്രസകൾക്കും സാധാരണക്കാർക്കും നേരെയുണ്ടായ ഈ ആക്രമണം പാക് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വലിയൊരു പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. പാക് സൈന്യത്തിന്റെ ചുരുക്കത്തിൽ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് അതിർത്തി കടന്ന് ആക്രമണം നടത്തിയ പാകിസ്ഥാൻ ഇപ്പോൾ സ്വന്തം രാജ്യത്ത് സുരക്ഷയൊരുക്കാൻ പാടുപെടുകയാണ്. പ്രതികാര നടപടികളുടെ സമയവും സ്വഭാവവും ഉചിതമായ വേളയിൽ തീരുമാനിക്കുമെന്ന താലിബാന്റെ പ്രഖ്യാപനം പാകിസ്ഥാന് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. ഏതു നിമിഷവും നുഴഞ്ഞു കയറിയുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിർത്തിയിലെ കനത്ത ജാഗ്രതയും ഭരണകൂടത്തിന്റെ വിരളലും സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്നത് വലിയൊരു ആഘാതമാണ് എന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.